ബഹുമാനായ അധ്യക്ഷൻ, ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, സദസ്സിലെ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ 3 ചോദ്യങ്ങളാണ്. 25 മിനിറ്റിനകം ആ ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ നിങ്ങളോട് പറയണം, നിരീക്ഷണങ്ങൾ പറയണം. ഉദ്ഘാടകൻ വളരെ ഭംഗിയായി 3 ചോദ്യത്തിനെയും സ്പർശിച്ചു കൊണ്ട് സംസാരിച്ചു. പിന്നീട് ചർച്ച തുടങ്ങി വെച്ച സുഹൃത്ത് വിഷയത്തോട് തീരെ കൂറ് കാണിച്ചില്ല എന്നാണ് പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത കുറേ വർഷമായി കാലപ്പഴക്കം ചെന്ന കുറേ വാദങ്ങളാണ് അദ്ദേഹം ഇവിടെ ഉയർത്തിയത്. പിന്നെ ചർച്ചയിൽ പങ്കെടുത്ത മിസ്റ്റർ സമദ് ആ വിഷയത്തോട് കുറച്ച് ഓരം ചേർന്ന് പോയി. ഈ 25 മിനിറ്റ് എന്നത് ഒരു പ്രശ്നമാണ്. ഞാനും പ്രമോദൊക്കെ ടെലിവിഷനിൽ ഡിബേറ്റിന് പോകാറുള്ളതാണ്. ഞങ്ങൾക്ക് ഒരു 4 പേര് ഇരിക്കുന്ന ഒരു ചർച്ചയിൽ 10 മിനിറ്റ് അവതാരകന് ഇൻട്രോയും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സമയമാണ്. 10 മിനിറ്റ് പരസ്യങ്ങളാണ്. പിന്നെ 1 മണിക്കൂർ ചർച്ചയിലെ 40 മിനിറ്റ് 10 മിനിറ്റ് വീതം 4 പേർക്ക് വീതിച്ചു കൊടുക്കുകയാണ്. അതിലാദ്യം 7 മിനിറ്റ് തരും, അവസാന ഭാഗം 3 മിനിറ്റും. അപ്പോൾ നമുക്ക് പറയാനുള്ളതൊക്കെ 7 മിനിറ്റിലേക്ക് സംഗ്രഹിച്ച് പറയാൻ നമുക്ക് കഴിയണം. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് എനിക്കും പ്രമോദിനൊന്നും ഈ 25 മിനിറ്റ് ഒരു വിഷയമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചർച്ചക്കൊക്കെ പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യം നമ്മളോടാണ് ചോദിക്കുന്നതെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. രണ്ടാമത്തെ ആളാണ് നമ്മളെങ്കിൽ അവതാരം ചോദിക്കുന്ന ചോദ്യത്തിനും മറുപടി പറയണം. ആദ്യത്തെ ആൾ നമ്മളെ എന്തെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി പറയേണ്ടി വരും. മൂന്നാമത് ചർച്ചയിൽ പങ്കെടുക്കാനാണ് അവസരമെങ്കിൽ എന്താ സംഭവിക്കുക? അവതാരകൻ്റെ ചോദ്യം ഉണ്ടാവും, നേരത്തെ സംസാരിച്ച 2 പേരും നമ്മളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതിനും കൂട്ടി മറുപടി പറയാനും അവനും ഈ 7 മിനിറ്റേ ഉള്ളൂ. നാലാമത്തെ ആളെ സ്ഥിതി വളരെ ദയനീയമാണ്. കാരണം 3 ആളെയും അവതാരകനടക്കം 4 പേരോട് സംവദിക്കണം. എന്നിട്ട് 4 പേർക്കും പ്രയാസം ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ പറയും വേണം. അപ്പോൾ ഞാനും പ്രമോദൊക്കെ ചെയ്യണത് 4-5 പേരെ മുമ്പിൽ ഒരു വിചാരണക്ക് കിടന്നു കൊടുക്കുകയാണ്. എന്നാണ് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാത്തൊരു ദിവസം വരും, അന്ന് സമൂഹത്തിൻ്റെ കടുത്ത ആക്രമണത്തിന് നമ്മൾ വിധേയരാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുറഞ്ഞ സമയത്തിലേക്ക് സംഗ്രഹിച്ച് പ്രസംഗിക്കുക എന്നത് അത് വല്ലാത്തൊരു കഴിവാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വലിയ പ്രഭാഷണങ്ങൾ, പണ്ട് കാലത്ത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വയലു പരമ്പര അല്ലെങ്കിൽ സുകുമാർ അഴീക്കോടിൻ്റെ ഒക്കെ പ്രഭാഷണം, അതൊക്കെ വളരെ ലെങ്തിയാണ്. വലിയ പ്രഭാഷണങ്ങൾ, കൂടുതൽ സമയമെടുക്കുന്ന പ്രഭാഷണങ്ങളാണ് വലിയ പ്രഭാഷണങ്ങളായി ആഖ്യാനിക്കപ്പെടുന്നത്. ഇന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നവരാരാണോ അവരെയാണ് ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടം. അതാണ് ഈ ശശി തരൂരിനൊക്കെ നമ്മുടെ ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്നത്. ഈ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു ദീർഘകാലം പൊന്നാനി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത മരിച്ചുപോയ GM ബനാത്തുവാല സാഹിബ്. അദ്ദേഹത്തിന് വലിയൊരു അവാർഡ് കിട്ടി. ഡെക്കാൻ ഹെറാൾഡ് എന്ന പത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അപ്പോൾ തിരഞ്ഞെടുത്തപ്പോൾ ഡെക്കാൻ ഹെറാൾഡിൻ്റെ ലെറ്റേഴ്സ് ടു എഡിറ്റർ കോളത്തിലേക്ക് ധാരാളം കത്തുകൾ വന്നു. എത്ര പ്രഗത്ഭരായ പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്. എന്നിട്ട് ഈ 500 ചില്ലാൻ ആളുകൾ, പുറമേ രാജ്യസഭയിലും കുറേ, ഈ ബനാത്തുവാലയാണോ വളരെ പരിമിതമായ സമയം മാത്രം സഭയിൽ പ്രസംഗിക്കുന്ന ഈ മുസ്ലിം ലീഗ് നേതാവിനാണോ നിങ്ങൾ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ MP ആയിട്ട് പരിഗണിച്ചത് എന്ന് ചോദിച്ച് ആയിരക്കണക്കിന് കത്തുകൾ വന്നു. ഡെക്കാൻ ഹെറാൾഡ് ആ കത്തിന് മറുപടി എന്നോണം ഇങ്ങനെ വിശദീകരിച്ചു, ഇതിനൊരു ജൂറിയുണ്ട്.
ആ ജൂറിയാണ് തിരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കൾ അതിലുണ്ട്. അപ്പോൾ ആ ജൂറി അതിൻ്റെ വിശദാംശം നൽകുന്നവർ. അപ്പോൾ അതിന് ജൂറി കൊടുത്ത വിശദാംശം എന്താണെന്ന് വെച്ചാൽ, 1 മണിക്കൂർ കൊണ്ട് പറയേണ്ട കാര്യം 5 മിനിറ്റിലേക്ക് സംഗ്രഹിച്ച് പറയാനുള്ള ബനാത്ത് വാലയുടെ കഴിവിനെയാണ് അദ്ദേഹത്തെ ഏറ്റവും മികച്ച പാർലമെൻറ്റ് മെമ്പറാക്കി. ഒരു പാർലമെൻറ്റ് നടക്കുമ്പോഴുള്ള ചിലവ് എത്ര അറിയും? ഒരു ദിവസത്തെ ചിലവ്, അതിനെ മണിക്കൂറാക്കിയാലുള്ള ചിലവ്, മണിക്കൂറിനെ മിനിറ്റുകളാക്കുമ്പോഴുള്ള ചിലവ്. അപ്പോൾ ഒരു 5 മിനിറ്റ് പാർലമെൻറ്റ് നടത്തിക്കൊണ്ടുപോകുന്ന ചിലവ് എല്ലാം വെച്ചുകൊണ്ട് വളരെ ചുരുക്കി പറയുക. ഞാൻ ബനാത്ത് വാല സാഹിബിനോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, മുസ്ലിം ലോ കോൺസ്റ്റിറ്റ്യൂഷണൽ ചലഞ്ചസ് ആൻഡ് മൈനോറിറ്റീസ്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഞാനാണ്. എനിക്കതിലെ ചില പ്രയോഗങ്ങളൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾക്ക് എങ്ങനെ ഈ 1 മണിക്കൂർ കൊണ്ട് പറയേണ്ട കാര്യം 5 മിനിറ്റിലേക്ക് സംഗ്രഹിച്ച് പറയാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്, പാർലമെൻറ്റിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് കിട്ടുന്ന സമയം 5 മിനിറ്റാണ്. ഈ 5 മിനിറ്റിനുള്ളിൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷം അനുഭവിക്കുന്ന എല്ലാ കെടുതികളും പ്രയാസങ്ങളും പറയണം. കേരളത്തിൽ നിന്ന് വരുന്ന ഒരു MP നിങ്ങൾക്ക് കേരളത്തിൻ്റെ കാര്യം പറയണം. എൻ്റെ നിയോജകമണ്ഡലത്തിൽ എന്താ ഉണ്ടായത് ഇതൊക്കെ പാടെ കൂടി പറയാൻ 5 മിനിറ്റായി തരാം. അപ്പോൾ ആ 5 മിനിറ്റിനുള്ളിൽ പറയാനുള്ളതൊക്കെ പറയാൻ ഞാൻ പരിശീലിക്കുകയായിരുന്നു. നിരന്തരമായ എൻ്റെ ആ പരിശ്രമമാണ് എനിക്ക് ഈ 5 മിനിറ്റിലേക്ക് ഒതുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലം സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാര്യങ്ങൾ ചുരുക്കി പറയണം. ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം, കേരളീയ സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് വന്നുകൊണ്ട് എല്ലാ മാധ്യമം പറയാൻ വയ്യ, എത്രമാത്രം പങ്ക് വഹിക്കുന്നു എന്നാണ്. ഇത് ഈ മുഖ്യധാരാ മാധ്യമം എന്നത് തന്നെ നിർവചിക്കേണ്ടതാണ്. മുഖ്യധാരാ മാധ്യമം എന്ന് പറയുമ്പോൾ പത്രങ്ങളെടുത്ത മനോരമ, മാതൃഭൂമി, കേരള കൗമുദി ഇങ്ങനെയാണ് പറഞ്ഞു പോകും. അതിൽ ദേശാഭിമാനിയും ചന്ദ്രികയും പെടുത്താൻ പറ്റുമോ? മാധ്യമത്തെ പെടുത്താൻ പറ്റുമോ? ഇതൊക്കെ നിർണയിച്ച് എന്താ പറയുക, ഇത് ഏതൊക്കെ കാറ്റഗറി പെട്ടാന്ന് പറയാൻ അതോറിറ്റി ആരാണ്? അപ്പോൾ ഓരോരുത്തർ, ഞാൻ എൻ്റെ പത്രത്തെ മുഖ്യധാര പത്രമായിട്ട് ഞാനാണ്ട് കാണുകയാണ്, അപ്പുറത്തുള്ളത് അവൻ്റേത് കാണുകയാണ്. അപ്പം മിച്ചറിൽ നിന്ന് കടല പെറുക്കുന്നത് പോലെ മുഖ്യധാര പത്രം എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ളത് ഓരോരുത്തരെ ഇന്ന് പെറുക്കിയെടുക്കുകയാണ്. ഇവിടെ ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് ആ വാർത്തയുടെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? അത് നാട്ടിൽ കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കുന്നതാണോ എങ്കിൽ അത് ഒഴിവാക്കണം. അതാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കൃത്യമായ ഒരു റെഫറൻസ് ഉണ്ട്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ, മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർക്കുള്ള അധികാരമല്ലാത്ത വേറെ ഒന്നുമില്ല. എന്നാൽ അവർ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് അവർ നേതൃത്വം കൊടുത്താൽ അതിന് മാധ്യമലോകത്ത് അല്ലെങ്കിൽ മാധ്യമവുമായി ബന്ധപ്പെട്ട് പ്രത്യേക എന്താ പറയുക, ഒരു ക്രിമിനൽ പ്രൊസീജിയർ കോഡോ IPC ഒന്നുമില്ല. അവിടെ മാധ്യമം ചെയ്തതല്ല, ചെയ്യാൻ നേതൃത്വം കൊടുത്ത ആൾക്കെതിരെ നമ്മുടെ നിയമവാഴ്ച അവിടെ ഇടപെടണം. അതാ വേണ്ടത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ 2 കാര്യങ്ങൾ പറയാം. മലപ്പുറം ജില്ലയിൽ ജനം TV ഒരു ന്യൂസ് കൊടുത്തു. വീണ്ടും നർക്കോട്ടിക് ജിഹാദിന് ഉദാഹരണം. മലപ്പുറം ജില്ലയിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ കുട്ടിയെ നാർക്കോട്ടിക് ജിഹാദികളായ 3 പേർ ചേർന്ന്, 3 മുസ്ലിങ്ങൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മയക്കുമരുന്നിന് അടിമയാക്കി ലൈംഗികപരമായി പീഡിപ്പിച്ചു. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ വാർത്ത. അങ്ങനെ വാർത്ത പോയിക്കൊണ്ടിരിക്കെ ജനം TVയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഞങ്ങളിന്ന് വൈകുന്നേരം ചർച്ച വെക്കുന്നുണ്ട്, നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ആരാണ്, എന്താണ്, അത് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചാൽ ആ വിശദീകരിക്കുന്നതും സത്യത്തിൽ പോക്സോ കേസിൻ്റെ കീഴിൽ വരും. ചുരുക്കി പറയുകയാണ്, വ്യക്തി ആരാന്ന് നമുക്കറിയാം, ജില്ല ഏതാണെന്ന് അറിയാം, അയാളുടെ സമുദായം അറിയാം, അയാളുടെ പശ്ചാത്തലം അറിയാം, അയാളുടെ ജോലി അറിയാം. അപ്പോൾ ഈ വാർത്തയിലൂടെ കാര്യങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലായി. പക്ഷെ ഒരു മീഡിയ കൊടുക്കുക, എന്താണ് പോക്സോ കേസ്, 1 തൊട്ട് 5 വരെയുള്ള അതിൻ്റെ വകുപ്പുകൾ എടുത്ത് നോക്കുമ്പം ഇത്തരത്തിൽ പീഡനത്തിനെതിരായ പെൺകുട്ടികളുടെ അവരെ പേരോ
അവരുടെ രൂപമോ ഫോട്ടോയോ വീഡിയോയോ മുഖമോ പ്രദർശിപ്പിക്കാൻ പാടില്ല. 2, മാതാപിതാക്കൾ ആരാണെന്നുള്ളത് പറയാൻ പാടില്ല. മാതാപിതാക്കളുടെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്ന രീതിയിൽ മാതാപിതാക്കളുടെ ജാതിയോ മതമോ പ്രൊഫഷനോ ഇതൊക്കെ പാടില്ല എന്ന് ഈ പോക്സോ കേസിൽ പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ലംഘിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഇവർ ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഞാൻ പോയി പങ്കെടുത്തിട്ട് എന്ത് പറഞ്ഞു? ഞാൻ ഈ വന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കാനല്ല, നിങ്ങൾ നടത്തുന്നത് തോന്നിയാസാണ്, ഈ രാജ്യത്തിൻ്റെ നിയമവാഴ്ച ലംഘിക്കുന്നത്. ഈ ആളാരാണ്? ഈ ജില്ലൻ്റെ പേര് പറയാം, ഇയാളെ ജോലി പോലീസാണെന്നുള്ള പറയാം, ഇയാളെ മതം ക്രിസ്ത്യാനിയാണെന്ന് പറയാം. ഇതൊക്കെ പറഞ്ഞ ആളാരാന്നുള്ളത് വളരെ കൃത്യമായി. ഇനി ഒറ്റ കാര്യം അതിൽ പറയാൻ ബാക്കിയുള്ളൂ. ആ ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആളാരാണ്. അതുകൊണ്ട് ഞാൻ പറയില്ല. ആ രക്ഷിതാവിനെ വിളിച്ചു, സാറേ ഒരു നർക്കോട്ടിക് ജിഹാദും അല്ല, ഒന്നുമല്ല, എൻ്റെ ഭാര്യൻ്റെ അടുത്ത് പറ്റിയ അപകടം. എൻ്റെ ഭാര്യയെ ഞങ്ങളെ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗം, അതായത് എന്താണ് അതിൻ്റെ ഒരു പേര്, എന്തോ ഒരു ഇമ്മാനുവൽ, പിന്നെ അങ്ങനെ ഒരു വളരെ ഒരു സൈലൻ്റ് സംഘടനയാണ്. ആ സംഘടനൻ്റെ എന്തോ ഒരു ധ്യാനത്തിൽ പോയതാണ് എൻ്റെ ഭാര്യ. ആ ധ്യാനത്തിൻ്റെ ഇടയിൽപ്പെട്ട് ഒരു അച്ഛൻ ആണ് എൻ്റെ മകളെ വല്ലാതെ താലോലിക്കുകയും ഫോണിൽ പോൺ സിനിമകളും ഫിലിമുകളൊക്കെ കാണിച്ചു കൊടുത്തു. എൻ്റെ മകൾ അതിന് അഡിക്റ്റായി. ഞാനും ഭാര്യയും തമ്മിൽ കുറച്ച് അകൽച്ച ഉണ്ടായിരുന്നു. ഈ അകൽച്ച അതിന് വലിയ വഴി എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ല. പിന്നീട് ഈ കുട്ടി ഈ മേഖലയിൽ പോയി എവിടേക്കെത്തി? മയക്കുമരുന്നിലെത്തി. അതിൻ്റെ കഥ അതിൽ മുസ്ലിം സമുദായത്തിനും ആരെയിട്ടൊന്നും വന്നില്ല. ഈ മയക്കുമരുന്ന് ഏജൻറ്റുമാരാണ് 3 എണ്ണം. ഈ ഏജൻറ്റുമാരെ അങ്ങോട്ട് മയക്കുമരുന്നതിന് വേണ്ടി വിളിക്കുക. ഇപ്പോൾ ഈ ടി വിയിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനെങ്ങനെ ജീവിക്കും, എൻ്റെ കുട്ടീനെ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ആ വ്യക്തി എന്നെ വിളിച്ചു. ഞാൻ പോയി അതിൻ്റെ അകത്ത് പോയി പൊട്ടിത്തെറിച്ചു. എന്നിട്ട് ഇപ്പോൾ അവിടെ ചർച്ച നടത്തിയേക്കണം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കേസ് കൊടുക്കുന്നതാണ്. ഞാൻ ഏത് സർക്കാരിനും കേസെടുക്കേണ്ടി വരും. എന്നാൽ സന്ദീപ് വാര്യരുണ്ട് ആ ചർച്ചയിൽ. അതാ രസം. ജനം ടി വി തന്നെ വൈകുന്നേരമായ 5-6 സംഖ്യകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇസ്ലാം ശരിയില്ല, മുഹമ്മദ് ശരിയില്ല, പ്രവാചി ശരിയ, കുറേ എക്സ് മുസ്ലിം, ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു ടീമാണ്. ഞാനതിനറിയിപ്പോന്നു. ഇതുപോലെ തന്നെയാണ് ഇവർ വേറൊരു വാർത്ത ഉണ്ടാക്കി. മലപ്പുറം ജില്ലയിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകല, എന്നാൽ ആണിനെ പെണ്ണ് തട്ടിക്കൊണ്ടുപോകുക. ലവ് ജിഹാദിൻ്റെ ഒരു ഫീമെയിൽ വേർഷൻ കേരളത്തിൽ വന്നിരിക്കുന്നു. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള 500 പെൺകുട്ടികളെയാണ് IS മലപ്പുറം ജില്ലയിൽ ഏർപ്പാടാക്കി വെച്ചത്. 20-നും 25 വയസ്സിൽ താഴെ പ്രായമുള്ള ക്രിസ്ത്യൻ ഹിന്ദു യുവാക്കളെയാണ് ലക്ഷ്യം. അവരെ ലക്ഷ്യമിടുക, അവരെ സ്നേഹിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ലൈംഗികപരമായി ബന്ധപ്പെടിപ്പിക്കുക, എന്നിട്ട് കല്യാണം കഴിക്കുക, മതം മാറ്റുക, സിറിയയിലേക്ക് പറഞ്ഞയക്കുക. അതിനുവേണ്ടി ജിഹാദിച്ചികൾ 500 എണ്ണത്തിന് IS പരിശീലനം നൽകി മലപ്പുറം ജില്ലയുണ്ട്. അതിൽ ഒരാളെ കേസ് ഞങ്ങളെ ജനം ടി വിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ, പാലക്കാട്ടുള്ള ചെക്കനാണ്. ആ ചെക്കൻ അങ്ങോട്ട് തിരിഞ്ഞെന്ന് പറയാം. എന്താ പറഞ്ഞു? ഇതൊക്കെ തന്നെ ഞാൻ ഇന്ന സ്ഥലത്ത് ജോലിക്ക് പോയതാണ്, അവിടെ നിന്ന് ഇന്ന പെൺകുട്ടീനെ പരിചയപ്പെട്ടു, ഇന്ന ഇഷ്ടമെന്ന് പറഞ്ഞ് കൂടി. എനിക്ക് ആദ്യം താല്പര്യമൊന്നുമില്ല, പിന്നെയും എൻ്റെ പിറകിൽ വന്ന് അറിയാതെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ എന്നെ ലൈംഗികപരമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. ആദ്യം ഞാൻ വേണ്ടാന്ന് വെച്ചു, പിന്നെയും നിരന്തരമായി ശ്രമിച്ചു, ഞാൻ അതിൽ വീണുപോയി. പിന്നെ കല്യാണം കഴിക്കാമെന്ന് വെച്ചു. കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറായിരുന്നു, പക്ഷെ മതം മാറണം എന്നുള്ള കണ്ടീഷൻ വെച്ചു. അങ്ങനെ മതം മാറില്ല, വേറെ നിവൃത്തിയില്ലായിരുന്നു എനിക്ക്. അങ്ങനെ മതം മാറി എന്നെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടു, എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ സുന്നത്ത് കഴിച്ചു. അങ്ങനെ അവസാനം പോയിട്ട് വേറെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അവിടെ വലിയ ഭീകരവാദം പഠിപ്പിക്കുന്ന തൃപ്പൂണിത്തറ അവിടെത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടു. അവിടെയും കുറേ പാകിസ്ഥാൻ പൗരന്മാരുണ്ടായിരുന്നു ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ. അങ്ങനെ അവസാനം മതിൽ ആടി കഴിച്ചിലായി പോയി എന്നുള്ള എടുക്കും. ഞാൻ അതിൻ്റെ പിറകിൽ എത്ര പോയറിയങ്ങൾ. ഏതാ ഈ പെൺകുട്ടി വെച്ച് അതിൻ്റെ അഡ്രസ്സ് പോലും അറിയില്ല. പെണ്ണിൻ്റെ സൈഡ് കേൾക്കണ്ടേ? അത് യൂട്യൂബിൽ നിങ്ങൾ ആരെങ്കിലും അടിച്ചു നോക്കിയാൽ കിട്ടും. ഇവിടുത്തെ 25 മിനിറ്റുള്ളിൽ ആ കഥ പറഞ്ഞ് ഞാൻ തീർക്കുന്നില്ല. നിങ്ങളെല്ലാവരും കേൾക്കുകയില്ല, മനസ്സിലാക്കണം. അന്വേഷിച്ച് പോയപ്പം ഞെട്ടിപ്പിക്കുന്ന വിവരം കിട്ടി, മനസ്സിലാക്കണം. മാത്രമല്ല ഈ ചെക്കനാകട്ടെ ഇപ്പോൾ ഇവിടെ ജയിലില്ല. ആരാണ്?
ഒരു നേരെ ചൊവ്വേ ജീവിച്ചു പോകുന്ന ഒരാളെ ഭാര്യൻ്റെ അടുത്തേക്ക് ചെന്നതാണ്. അയാളെ കുടുംബം വന്ന് അടിച്ച് എന്താക്കി, ഈ ചങ്ങായി ജയിലുമാണ്. കഥ ഇതൊക്കെ കേരളത്തിൽ പറ്റും. കാരണം ഇവിടെ നിയമവാഴ്ചയില്ല, എന്തു പിറക്കാൻ. ഞാൻ തന്നെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കും, 100 കൊല്ലാണ് കാക്കി ട്രൗസറും കുറുവടി ഇട്ട് RSS ഇവിടെ ജീവിച്ച്. മതങ്ങളെ തമ്മിൽ അകറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ മറുനാടൻ കർമ്മ ന്യൂസ് കിർമ എന്നൊക്കെ പറഞ്ഞ് സീഡ് TV എങ്ങനെ ഒരുപാട് സാധനം ഇറങ്ങി. 4-5 കൊല്ലം മുമ്പ്, കൊല്ലം കൊണ്ട് ഇവന്മാരെന്ത് ചെയ്തു? RSSകാർക്ക് 100 കൊല്ലം കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് 5 കൊല്ലം കൊണ്ട് ഇവർക്ക് ചെയ്യാൻ കഴിയും. എന്താ കാരണം? അങ്ങനെ ഒരു വിഷം, ഒരു ഇല്ലാത്ത തട്ടിക്കൂട്ട് വാർത്ത, ഒരു മതസ്പർദ്ധ വാർത്ത ആരെങ്കിലും പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അപ്പം പോലീസ് ഇടപെട്ട് കേസെടുക്കും. കഴിഞ്ഞ 6-7 കൊല്ലമായി കേരളത്തിലെ പോലീസ് അത് ചെയ്യുന്നില്ല. ചെയ്യാത്തതിന് കാരണം കേരള സർക്കാരിൻ്റെ നയമാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചത്. പക്ഷേ സർക്കാരിൻ്റെ നയം മാത്രമല്ല, അപ്പുറത്ത് കേരളത്തിലെ പോലീസിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ദേശീയ സർക്കാരാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന വിവരമാണ് കിട്ടിയത്. അഥവാ BJP. ആര് DGP ആണെന്ന് അവർ തീരുമാനിക്കും, ആര് ADGP ആണെന്ന് അവർ തീരുമാനിക്കും, ആരൊക്കെ എവിടെയൊക്കെ SP മാരാക്കണമെന്ന് അവർ തീരുമാനിക്കും. കേരളത്തിൽ ഇന്ന് വരെ വിദ്വേഷ പ്രസംഗം നടത്തിയതിനൊരു കേസെടുത്തണം ഇവരാർക്കെങ്കിലും എതിരെ. ഞാൻ ഒരു മുജാഹിദ് ആശയമുള്ള ഒരു സ്ഥാപനത്തിൻ്റെ വേദിയിലാണ് നിൽക്കണത്. ശശികലക്കും അതേപോലെ തന്നെ ഒരു മുജാഹിദ് പണ്ഡിതനുമെതിരെ വിദ്വേഷ പ്രസംഗത്തിന് പരാതി കൊടുത്തു അഡ്വക്കേറ്റ് ഷുക്കൂർ എന്ന വ്യക്തി. ആ മുജാഹിദ് പണ്ഡിതനെ പോലീസ് അറസ്റ്റ് ചെയ്തു, UAPA വരെ ചുമത്തി. ശശികലൻ ഇന്ന് വരെ ഒളിപ്പിച്ചിട്ട് പോലില്ല. ശശികല ടെലിവിഷൻ ചാനൽ വെച്ച് പറഞ്ഞു, അങ്ങനെ എന്തോ കേസുണ്ട് കേട്ടിട്ട് ഇന്ന വരെ എനിക്കൊരു സമൻസ് കിട്ടുകയോ ഒരു പോലീസുകാരനെ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഡിസ്ക്രിമിനേഷനാണത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തകൾ നിങ്ങൾക്കറിയാം, കേരളത്തിലുണ്ടായ വാർത്തകൾക്കറിയാം. ആ മറുനാടൻ മലയാളിക്കെതിരെ പോലീസ് സേനയുടെ വയർലെസ്സാണ് ചോദിച്ചത്. മനസ്സിലാക്കണം, സുരക്ഷയുമായി ബന്ധപ്പെട്ട രാജ്യദ്രോഹത്തിന് കേസെടുക്കണം, കേസെടുക്കുന്നില്ല. അത് ചോദിച്ചല്ലോ കേരളത്തിലെ ഒരു ഇടതുപക്ഷത്തെ MLA ആയ അൻവർ അതിന് പിറകു പോയി. ചോദിച്ചപ്പോൾ അതിന് നിയമോപദേശം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കേരള ഹൈക്കോടതിയിലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ രാജ്യദ്രോഹത്തിന് കേസെടുക്കാവുന്നതാണ് എന്ന നിയമോപദേശം കൊടുത്തിട്ടും കേസെടുത്തോ ഇല്ല. അവസാനം ഈ MLA തന്നെ പറയുന്നു, ഞാൻ അവസാനം മുഖ്യമന്ത്രിയെ കാണാൻ പോയി, അവിടുന്നെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്തയ്ക്ക് ഇങ്ങനെ 24 മണിക്കൂറും ചീത്ത വിളിച്ചടക്കുന്ന മകൾക്കെതിരെ ചീത്ത പറയുന്ന ഒരു വ്യക്തി കൂടിയാണിത്. അപ്പോൾ മുഖ്യമന്ത്രി അടുത്ത് പോയ ഒരു നീതി കിട്ടും എന്ന നിലയ്ക്ക് ഞാൻ ചെന്നു. മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പം മുഖ്യമന്ത്രി പറയാണ്, എന്തിനാണ് രാജ്യദ്രോഹത്തിനൊക്കെ കേസെടുക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതിൻ്റെ അർത്ഥം ഇത് നടന്നോട്ടെ എന്നാണ്. അപ്പോൾ ഈ രാജ്യത്തിലെ മതങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം മതവും ക്രിസ്ത്യൻ മതവും തമ്മിൽ അകറ്റുന്ന പണിയാണ് കഴിഞ്ഞ 6 കൊല്ലമായി നടക്കുന്നത്. അതുകൊണ്ട് ഈ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ നാട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങളും സ്വന്തമായി മാധ്യമങ്ങളും എല്ലാവരും മത്സരിക്കുക. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രഷർ ഈ മുഖ്യധാര എന്ന് പറയപ്പെടുന്ന മീഡിയകൾക്ക് ഉണ്ടാകുകയാണ്. പണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ പോലെ വർഗീയത ഒരു ഗുഹ്യരോഗം പോലെയാണ്, അതുള്ളത് പുറത്തു പറയില്ല, നാണക്കേട വിചാരിച്ച്. പക്ഷെ ഇന്ന് ഏറ്റവും ഉച്ചത്തിൽ ഇത് പറയുന്നവനാണ് ഇന്ന് സ്പേസ് ഉള്ളത്. ഏതൊരു ചർച്ചയും, ഞാൻ ഒരിക്കൽ ഒരു മാതൃഭൂമി ചർച്ചയിൽ വന്നിരിക്കുമ്പം സാധാരണ ഒരു വർഗീയത പറയാൻ ഒരാളെ കൊണ്ടേ ഇരുത്താറുണ്ട്. അന്നത്തെ ദിവസം കാണുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അഭിലാഷ് മോഹൻ ഇന്ന് വർഗീയത വരാൻ നിങ്ങൾ ആരും വിളിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് പറഞ്ഞു, ഒരാൾ വരാനുണ്ട്, അദ്ദേഹം ഒരു പ്രക്ഷോഭത്തിലാണ്, വർഗീയത പറയാൻ നിൽക്കാറിഞ്ഞൂടാ. നോക്കിയപ്പോൾ BJPൻ്റെ ഒരു ആസാമിയാണ്, ആരെ തിരുവനന്തപുരത്തിൽ. കാരണം ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമായി മാറുകയാണ്. കാരണം ഏറ്റവും ശക്തമായി വർഗീയത പറയുന്നവരെ തെരഞ്ഞുവർ നടക്കുക. അവിടെ ഒരു പ്രശ്നം. ഒരിക്കൽ RV ബാബുവിനോട് ഞാൻ തന്നെ സംസാരിച്ചു, ബാബു, നിങ്ങൾ ഇത്ര തീവ്രമായി ഇത്ര വിഷം പറയുന്നതുകൊണ്ടാണ് നിങ്ങളെ ഇവർ വിളിക്കണത്. നിങ്ങളൊരു മതേതര കാഴ്ചപ്പാടിലേക്കൊന്ന് പോയി നോക്കൂ, പിന്നെ ഒരു ടെലിവിഷൻകാരും നിങ്ങളെ വിളിക്കില്ല അറിയാം. ബാബുവിനത് സമ്മതിക്കേണ്ടി വന്നു.
അപ്പോൾ ഇന്നത്തെ മീഡിയനെ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത് പച്ചക്ക് എന്തും തുറന്നു പറയാൻ ധൈര്യമുള്ള, അല്ലെങ്കിൽ അങ്ങനെ എന്തും പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന രീതിയിലുള്ള ആളുകളെ അന്വേഷിച്ച്, അപ്പോൾ അത്തരം ആളുകൾക്കൊരു ഡിമാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ഡിമാൻഡ് സ്പേസിലേക്ക് കടന്നു വരാൻ അതൊരു സ്പേസാണ്. ഇപ്പം ശ്രീജിത്ത് പണിക്കർ, രാഹുൽ ഈശ്വർ ഇതൊക്കെ സ്വയം നിരീക്ഷകർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഇവരൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരൊന്നും ഇല്ലാതെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമ ലോകത്തിയാണ്. ഈ വിളിച്ചു പറയുന്നതൊക്കെ RSS പശ്ചാത്തലം മാത്രമുള്ളവരാണോ? അല്ല എന്നതാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഈ പ്രമോദ് പുഴങ്കര, ഇദ്ദേഹം എ മാൻ അഗെയിൻസ്റ്റ് എൻ എംപയർ എന്ന ഒരു വിശേഷണത്തിൻ്റെ അകത്ത് ഫ്രെയിമിൽ നിർത്തേണ്ട വ്യക്തിയാണ്. ഈ കഴിഞ്ഞ ചർച്ചയിൽ ഞാനും അദ്ദേഹം ഒക്കെ പങ്കെടുത്ത ചർച്ചയിൽ, ഏഷ്യാനെറ്റിലായിരുന്നു ചർച്ച. അദ്ദേഹം ഇന്ത്യ രാജ്യത്തിൻ്റെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് സംഭവിക്കുന്ന പിഴവുകളെക്കുറിച്ചും ആ പിഴവുണ്ടാക്കുന്ന ആപൽക്കരമായ പരിക്കിനെക്കുറിച്ചും ഒരു പ്രത്യേക പാർട്ടിയെ മാത്രമല്ല പൊതുവായൊരു വിലയിരുത്തൽ നടത്തിയപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരു സുഹൃത്തിന് തോന്നുക ഇത് എൻ്റെ നേതാക്കൾക്ക് മാത്രം നേരെയാണ്, എൻ്റെ പാർട്ടിക്ക് നേരെ മാത്രമാണ്. വളരെ നിന്ദ്യമായി അദ്ദേഹത്തിന് നേരെ പല്ലളിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. സഹിഷ്ണുതയുടെ ഒരു പ്രശ്നമാണിത്. അവിടെയാണ്. അതാണ് 33,000 പൊണ്ണുങ്ങളെ കൊണ്ടുപോയി ഇവിടെ മതം മാറ്റി എന്ന് പറഞ്ഞ് ഒരു സിനിമ ഇറക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ കൂടെ സെൻസർ ബോർഡ് എന്നൊരു സാധനമുണ്ട്. ആ സെൻസർ ബോർഡ് നോക്കുകയാണ്. കേരളം എന്ന കേരള സ്റ്റോറി ആ പേരെന്നിടാൻ പാടില്ല. നമ്മളെ ട്രേഡ് ആൻഡ് മർച്ചൻഡൈസ് ആക്ടിൽ തന്നെ ഇന്ത്യ കൂട്ടി ഒരു പ്രൊഡക്റ്റിൻ്റെ പേരിട്ട് നോക്കി, കിട്ടൂല. കേരളം എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഈ രാജ്യത്ത് BJP ഭരിക്കുന്നതുകൊണ്ട് എന്തും ആകാം. കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ 33,000 ഈ കേരളം എന്ന നാട്ടിൽ നിന്ന് 33,000 പെണ്ണുങ്ങളെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. മതം മാറ്റി പെരും കളവാന്ന് പറയാം. പക്ഷെ ആ കളവ് സിനിമയാക്കി അവതരിപ്പിക്കാൻ കുഴപ്പമില്ല. ആ സിനിമക്ക് എല്ലായിടത്തും ടാക്സ് ഇളവ്. ആ സിനിമൻ്റെ പിന്നണി ആളുകളെയും എല്ലാവരെയും പ്രധാനമന്ത്രിയും UP മുഖ്യമന്ത്രിയും വീട്ടിലേക്ക് വിളിച്ച് ഡിന്നർ കൊടുക്കുകയാണ്. ആ സിനിമ തുടങ്ങുന്നത് കേരളത്തിൻ്റെ പഴയ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ്റെ പ്രഭാഷണത്തിലാണ്. മനസ്സിലാക്കണം. ആ സിനിമക്കെതിരെ, ആ നുണക്കഥയ്ക്കെതിരെ ഏകാംഗനായിട്ട് സംഘപരിവാർ കേന്ദ്രങ്ങളോട് പടവെട്ടിയ മനുഷ്യനാണ് പ്രമോദ്. മനസ്സിലാക്കണം. നമുക്കൊക്കെ എത്ര പറഞ്ഞാലും നമ്മൾ അവസാനം ഒരു ജിഹാദിയാക്കും. അല്ലെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയും. ഇയാളെ ജിഹാദിയും ആക്കൂല, പാകിസ്ഥാനിലേക്കും പോക്കൂല. അങ്ങനെ ഉറപ്പുണ്ട്. നമുക്കാണ് ആ ബൈക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അതിർത്തി തുറന്നിടാൻ അവരൊരു രാജ്യം ഇനി കണ്ടുപിടിച്ചിട്ട് വേണം. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മളെ ഭരണകക്ഷിയിൽപ്പെട്ട നമ്മളെ ആളുകളൊക്കെ തന്നെ ഇന്ന് RSSനെ പിന്നിലാക്കും വിധം, BJPയെ പിന്നിലാക്കും വിധം പച്ചക്ക് വർഗീയത പറയുകയാണ്. അവരുടെ ചാനലുകളും അതാണ് നിർവഹിക്കുന്നത്. വയനാട് ജില്ലയിലെ 4.5 ലക്ഷം മനുഷ്യരെയാണ് ഒരു കടുത്ത മുസ്ലിം വർഗീയ ചേരിയാക്കി മാറ്റിയത്. 2-3 ദിവസം ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേ നിൽക്കുന്നു. ഞങ്ങൾക്ക് ഉത്തരം ഇവിടുന്ന് കിട്ടുന്നില്ല. അത് ഈ 4.5 ലക്ഷത്തിൽ അവരുണ്ടാകാമെന്ന് ഇപ്പം പറയുന്നത്. നേരത്തെ പറഞ്ഞാൽ ഈ 4.5 ലക്ഷത്തിന് ജയിച്ച പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ മുസ്ലിം കടുത്ത വർഗീയ ചേരിയുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ പാർലമെന്റിൽ എത്തുമായിരുന്നോ എന്ന ചോദ്യം. അപ്പം പാർലമെന്റിൽ എത്തില്ല. അപ്പം ഈ 4.5 ലക്ഷം എന്ന എണ്ണം, അതാണ് ഇവരിപ്പറഞ്ഞ സംഘടനകൾക്കൊക്കെ നമ്മൾ പറഞ്ഞ ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ കൊള്ളാവുന്ന ആളുകളുടെ സംഘടനയാണ് ഇവർ ഈ ചാർജുന്നത്. എന്നിട്ടാണ് പറയുന്നത് ഇതൊക്കെ പരസ്യമായി പറയുകയാണ്. അതിന് നമ്മുടെ ഇപ്പം ഇവരൊക്കെ ഒരു വീക്ഷണം കണ്ടില്ലേ. ഇവർ EMS ബൂതിപ്പാട് പഴനിമല പോയ കാര്യം, ഭാര്യ അന്തർജനം തൊഴാൻ പോയപ്പോൾ EMS അവിടെ പുറത്തിരുന്നു പറഞ്ഞു. അതുകൊണ്ട് EMS എല്ലുവാണെന്നാ. EMS തൻ്റെ മക്കളൊക്കെ കല്യാണം കഴിച്ചു കൊടുത്താർക്കാ? ഏതെങ്കിലും പട്ടികജാതിക്കാരനെ മോളെ കെട്ടിച്ചു കൊടുത്തോണം? ഒക്കെ സ്വന്തം ജാതിയിൽപ്പെട്ട ആളുകൾക്കാണ് പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു കൊടുത്തത്. നല്ല അമ്പൂരിമാർക്കാണ്. ആ മക്കൾ കെട്ടിക്കൊണ്ടത് നല്ല അന്തർജനങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും പഴനിമല കഥ പറഞ്ഞിട്ടൊന്നും ഒരാളുടെ ആയി എന്നൊന്നും നിങ്ങൾ പറയണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിഷയം വളരെ കൃത്യമാണ്. നമ്മുടെ നാട് പിടുത്തം വിട്ടിരിക്കുന്നു. കേരളത്തിൽ ഭയാനകരമായ അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്.
ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ട്. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ സഖാവേ? കടലാസിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ച് നക്കി നോക്കിയാൽ മധുരം ഉണ്ടാവില്ല. നിലവിൽ മുസ്ലിങ്ങൾക്ക് ഒന്നും നിങ്ങൾ തരണ്ട. മുസ്ലിങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന എത്ര ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്നെടുത്തു. ആ പ്രതിനിധി ഇവിടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി വന്നൊരു കമ്മീഷനാണ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട്. ആ സച്ചാറിൻ്റെ ആനുകൂല്യങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽക്കും അയച്ചു. സച്ചാർ ശുപാർശ പ്രകാരം മുസ്ലിം സമുദായത്തിലെ ദരിദ്രരായ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ചെലവഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബജറ്റിൻ്റെ ശീർഷകം പോലും. അങ്ങനെ കൊടുത്തുവിട്ട സച്ചാർ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ആ സച്ചാർ ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ കേരളത്തിലില്ല. കേരളം അന്ന് ഭരിച്ചത് അച്യുതാനന്ദൻ എന്താ ചെയ്തോ അറിയോ? ഈ സച്ചാർ ആനുകൂല്യം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പഠിക്കാൻ വേറൊരു കമ്മിറ്റി വെച്ചു. അതിൻ്റെ പേരാണ് പാലുളി കമ്മിറ്റി. എന്നിട്ട് ആ കമ്മിറ്റി എന്തെങ്കിലും ചെയ്തോ? ഒരു ചുക്കും ചെയ്തില്ല. ആദ്യത്തെ വിഹിതം തന്നെ ഒഴിവാക്കിയാൽ അച്യുതാനന്ദൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? അതിൽ അപകടകരം വിധം മുസ്ലിങ്ങളിലെ ദരിദ്രർക്ക് വിദ്യാഭ്യാസ പുരോഗതിക്കായി കൊടുത്തുവിട്ട ഫണ്ട് അതിൽ 20% ക്രിസ്ത്യൻ സമൂഹത്തിന് കൊടുക്കണമെന്ന് എഴുതി വെച്ചു. ആരാ ചെയ്തു? ഒരു സർക്കാരാ ചെയ്യുന്നത്. രണ്ടാമത് UDF വരികയാണ്. വന്നാൽ എന്താ ചെയ്യാൻ പറ്റുക? കാരണം ഒരു സമൂഹത്തിന് ഒരു അവകാശം കൊടുത്തു കഴിഞ്ഞു, കൊടുത്തത് തിരിച്ചെടുത്താൽ ആ സമൂഹം ബഹളം ഉണ്ടാക്കൂലേ? ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം വന്നതാണ്. എന്തിനാണ് രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഭിന്നിക്കണം? ആ ഭിന്നിക്കൽ തങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നു, അതാണ്. അല്ലാതെ വേറെ ആരും വർഗീയവാദികളാണിട്ടാണോ? കമ്മ്യൂണിസ്റ്റുകാർ വർഗീയവാദികളാവുമോ? ആവാൻ പാടില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ, ഒരു തെരഞ്ഞെടുപ്പ് വിജയം വേണമെങ്കിൽ ഇവിടെ ചില സമുദായങ്ങൾ അടുപ്പിച്ചേ പറ്റൂ. അതിനുവേണ്ടി ചെയ്തു വെച്ചതാ അത്. ഈ ചെയ്ത് വെക്കുന്ന നിങ്ങൾ അതിൻ്റെ അപകടം എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ അവസാനം അത് കോടതിയിലെത്തി, കേസിലെത്തി. സച്ചാർ കമ്മീഷൻ്റെ ആനുകൂല്യം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പാടെ നിഷേധിക്കപ്പെട്ടു. പാവപ്പെട്ട മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് വലിയ മത്സര പരീക്ഷകളെ അതിജയിക്കാൻ വേണ്ടി കോച്ചിങ് സെൻ്ററുകൾ ഉണ്ടാക്കിയിരുന്നു സച്ചാർ കമ്മീഷൻ ശുപാർശയുടെ കീഴിൽ. UDFിൻ്റെ കാലത്ത് 19 കോച്ചിങ് സെൻ്ററുകൾ, കോച്ചിങ് സെൻറ്റർ ഫോർ മുസ്ലിം യൂത്ത്സ് എന്നായിരുന്നു പേര്. 4 വർഷക്കാലം ആ കോച്ചിങ് സെൻ്ററുകളിലെ ഉപയോഗപ്പെടുത്തി വലിയ മത്സര പരീക്ഷകളിൽ ദരിദ്രരായ മീൻ വെക്കുന്നവൻ്റെ കുട്ടിയും കൂലിക്ക് പണിക്ക് പോകുന്നവൻ്റെ കുട്ടിയൊക്കെ വലിയ സിവിൽ സർവീസ് പരീക്ഷകളിൽ പാസ്സാൻ അവസരം ഉണ്ടായി. പക്ഷേ ഈ സർക്കാർ എന്ത് ചെയ്തു പറയുങ്ങൾ? ഈ സർക്കാർ വന്നോടുമ്പോൾ തന്നെ കോച്ചിങ് സെൻറ്റർ ഫോർ മുസ്ലിം യൂത്ത്സ് എന്നൊരു മുസ്ലിമാണ് വെട്ടി മൈനോറിറ്റി എന്നാക്കി പേരാണ് മാറ്റി. എന്നിട്ട് ഒരു ക്രിസ്ത്യൻ സംഘടന കൊണ്ടുപോയി കോടതി കേസ് കൊടുത്തു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രാലയത്തിൻ്റെ കീഴിൽ കോച്ചിങ് സെൻറ്റർ ഫോർ മൈനോറിറ്റി എന്ന സ്ഥാപനമുണ്ട് കേരളത്തിൽ. അതിലെ 80% സീറ്റും മുസ്ലിങ്ങൾ കൊണ്ടുപോവാണ്. അത് ശരിയല്ല. കോടതി നോക്കി. അപ്പോൾ സർക്കാർ എന്താ പറയേണ്ട അവിടെ? ഇത് 100% തന്നെ മുസ്ലിങ്ങൾക്ക് കൊടുത്തയച്ചതാണ്. അത് 20% നമ്മൾ ക്രിസ്ത്യാനിക്ക് മാറ്റി. അപ്പോൾ കോടതി ചോദിക്കും, മുസ്ലിങ്ങൾക്ക് കൊടുത്തയച്ചതിൽ നിന്ന് 20% ക്രിസ്ത്യാനികൾ കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ആ ചോദ്യത്തിന് മറുപടി പറയാൻ സർക്കാർ വക്കീലിന് കഴിഞ്ഞില്ല. സർക്കാർ അവിടെ നിഷ്ക്രിയനായി. ഫലമായി എന്താ ചെയ്തു? ആ പരിപാടി നിർത്തിവെച്ചു. സച്ചാർ കമ്മീഷൻ ഇല്ല. എന്നിട്ട് നമ്മളെ മുമ്പിൽ പറയുകയാണ്, ഞങ്ങൾ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് മുസ്ലിങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കണം. നിങ്ങൾ ആനുകൂല്യം തരണ്ട. നിങ്ങൾ എത്ര ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി. സച്ചാർ കമ്മീഷൻ്റെ ആനുകൂല്യം കേരളത്തിന് ഇല്ലാതാക്കിയ ഒരു സർക്കാരാണ് നാട് ഭരിക്കുന്നത്. അതുപോലെ പറയുന്നു, ഭിന്നശേഷിക്കാർക്ക് സംവരണം പ്രഖ്യാപിക്കുന്നു. നല്ല കാര്യമാണ്. പക്ഷേ മുസ്ലിം സംവരണത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു. മുന്നോക്ക സമുദായങ്ങൾക്ക് ഇതാ സംവരണം പ്രഖ്യാപിക്കുന്നു, അതും മുസ്ലിം കോട്ടയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് അവർ പറയാണ്, ഞങ്ങളെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്കിത് പറയാനുള്ളത്, ഭരണകൂടത്തിൻ്റെ സഹായത്താൽ ഈ നാട് ഭരിക്കുന്ന പാർട്ടി അധികാരം നിലനിർത്താൻ വേണ്ടി ഇവിടുത്തെ പെർമനൻ്റായ വർഗീയവാദികളെക്കാളും 10 ഇരട്ടി ശക്തിയിൽ വർഗീയത ഇന്ന് ഛർദ്ദിക്കുകയാണ് അവർ. അതുകൊണ്ട്
മീഡിയ മാത്രമല്ല, സർക്കാർ സംവിധാനം തന്നെ, മെഷീനറി തന്നെ എല്ലാ മേഖലയിലും വർഗീയത വളർത്തുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തൃശ്ശൂരിൽ ആ വലിയ മൈതാനത്ത് ഹിന്ദു ഏകോപന സമിതിൻ്റെ ഒരു യോഗം നടന്നു. ആ യോഗത്തിലെ മുഖ്യ പ്രഭാഷകൻ ആരാണ്? ഏതോ ഹിന്ദു സ്വാമിമാർ, സ്വാമി തീർത്ഥാനന്ദ സരസ്വതി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വേദങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന പ്രഭാഷണം അല്ല. ജാമിത ടീച്ചറാണ് മുഖ്യ പ്രഭാഷക. ഒരു ഹിന്ദു സമ്മേളനത്തിൽ എന്നാ ഹിന്ദു മതത്തിലേക്ക് ചേർന്നത് കൊണ്ട് വിളിച്ചതാണോ? ഹിന്ദു മതത്തിലിട്ട് ചേർന്നിട്ടുമില്ല. എന്താ ജാമിത 1.5 മണിക്കൂർ പ്രവാചകനെ കുറിച്ച് ചീത്ത പറഞ്ഞു. ക്രൂരൻ, ദുഷ്ടൻ, പെണ്ണുപിടിയൻ. കേരള പോലീസ് മൊത്തം നോക്കി നിൽക്കുക. 1.5 മണിക്കൂർ, 3 മിനിറ്റാണ് ഒരു ദേശീയ ചാനലിൽ പ്രവാചകനെ അപകീർത്തിപ്പെടുത്തി നുബുൽ ശർമ്മ സംസാരിച്ചത്, BJP-ൻ്റെ. അതിനാണ് സുപ്രീം കോടതി രാജ്യവ്യാപകമായി കേസെടുക്കാൻ പറഞ്ഞത്. ഇത് 1.5 മണിക്കൂർ നിന്ന നിലക്ക് വിഷം ചീറ്റിയ സ്ത്രീ. കേരള പോലീസ് എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഞാൻ തൃശ്ശൂരിലെ യൂത്ത് ലീഗ് ലീഡർഷിപ്പിന് വിളിച്ചു, ഒരു കേസ് പോയി കൊടുക്കുകയാണ്. കേസ് കൊടുത്തിട്ട് 2 കൊല്ലമായി, ഒന്നുമില്ല. ഇതാവാം. പ്രവാചകനെതിരെ എന്തും നിങ്ങൾക്ക് പറയാം, മുസ്ലിങ്ങൾക്കെതിരെ പറയാം, വർഗീയത പറയാം. പണ്ടത് പറയാനുള്ള തടസ്സം പോലീസ് കേസ് വരുമെന്നാണ്. പക്ഷേ പോലീസ് കേസ് കൊടുക്കൂല. പിന്നെ പോലീസ് ഇപ്പം എന്താണെന്ന് എല്ലാവർക്കും പിടുത്തം കിട്ടിയല്ലോ. അപകടകരമായ വീതമുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട്. ഈ നിലയിൽ നിന്ന് നാട് മാറണമെങ്കിൽ ജനാധിപത്യം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. അതല്ലാത്ത വേറെ ഒരു മാറ്റവും നമുക്കില്ല. സമയം അധികരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ 25 മിനിറ്റ് എന്ന സമയത്തിൽ പ്രമോദ് പുഴയ്ക്കലിനെ നിങ്ങൾ ഒതുക്കരുത്. അദ്ദേഹത്തെ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ടൈം ലിമിറ്റ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാറ്റിവെക്കണം. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് നിങ്ങൾക്ക് കേൾക്കാനുണ്ടാവും. നമ്മളൊക്കെ പറയുമ്പോഴും ഞങ്ങൾക്കൊരു പക്ഷമുണ്ട്. മനുഷ്യപക്ഷത്താണ് ഇദ്ദേഹം നിൽക്കുന്നത്. അത് മനസ്സിലാക്കണം. ഇത്രയും കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രഭാഷണങ്ങളും ചർച്ചകളും കേട്ട എനിക്ക് യഥാർത്ഥ ഒരു മനുഷ്യൻ്റെ പക്ഷത്ത് ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് കേട്ടത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ. തീർച്ചയായും ഈ സദസ്സ് മാത്രമല്ല, ഇത് ഓൺലൈനിലൂടെ ലോകം മുഴുവൻ കേൾക്കുന്നുണ്ട്. മാത്രമല്ല, ഇതൊരു ഡിജിറ്റൽ ഒരു ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റായി ഈ സ്പീച്ച് ഓൺലൈൻ നിലനിൽക്കും. 100 കൊല്ലം കഴിഞ്ഞാലും നിങ്ങളെ പ്രസംഗം അടുത്ത തലമുറയും കേൾക്കും. ആ നിലക്ക് ഒരു നല്ലൊരു സ്പീച്ച്, ഈ വിഷയത്തെ തുറന്നു കാണിച്ച ഒരു നിഷ്പക്ഷമായ ഒരു സ്പീച്ച് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സാമുദായിക ധ്രുവീകരണം